ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ അത് പൊളിഞ്ഞ് വീഴുകയാണ്. ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നീണ്ട 17 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. വിവരം നൽകാൻ ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഒരു ആസൂത്രിതമായ ശ്രമം അത് പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണാൻ സാധിക്കും? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വാർത്ത കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും നമ്മുടെ ഛത്തീസ്ഗഡിൽ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും, അതായത് 9 ക്യാമറകൾ ധർമ്മസ്ഥലയിൽ, ആ ധർമ്മസ്ഥല ക്ഷേത്രത്തെയും അവിടുത്തെ ധർമാധികാരിക്കെതിരെയും അവിടുത്തെ വിശ്വാസത്തിനെതിരെയും അവിടുത്തെ വിശ്വാസികൾക്കെതിരെയും അവിടുത്തെ പ്രധാനപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെയും തിരിഞ്ഞപ്പോൾ അവിടെ ഒരേ ഒരു മാധ്യമ സ്ഥാപനം മാത്രമാണ് ആ സ്ഥാപനത്തിന് വേണ്ടി, ആ ക്ഷേത്രത്തിന് വേണ്ടി, അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊണ്ടത്. അത് ജനം ടി വിയാണ്. കഴിഞ്ഞ ദിവസം ജനം ടി വിയാണ് ഇതിൻ്റെ സത്യാവസ്ഥ ആദ്യമായി മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് അവിടെ ചില ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. അതിന് പിന്നിൽ ചില മുസ്ലിം മതമൗലികവാദ സംഘടനകളാണ്, ചില നക്സലൈറ്റ് സംഘടനകളാണ്, അതോടൊപ്പം തന്നെ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളാണ്, ഒപ്പം ചില രാഷ്ട്രീയ കളികളും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ജനം ടി വിയാണ്. ഛത്തീസ്ഗഡിൽ എന്താണോ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തത് അതേ കാര്യം അവർ ധർമ്മസ്ഥലയിലും ആവർത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. കാരണം 9 ക്യാമറകൾ ആ ക്ഷേത്രത്തെ തകർക്കാനായി നിരന്നപ്പോൾ ആ ക്ഷേത്രത്തെയും വിശ്വാസത്തെയും സംരക്ഷിച്ചു പിടിക്കാൻ കേരളത്തിൽ നമ്മുടെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലേക്ക്, വിശ്വാസികൾക്കിടയിലേക്ക് ആ വാർത്ത കൊണ്ടുവരാൻ ഒരൊറ്റ ചാനൽ മാത്രമാണ് ധൈര്യം കാട്ടിയത്. അത് ജനം ടി വിയാണ്. ജനം ടി വി എടുത്ത നിലപാടിനെ നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബിൽ ചറപറ വിവരങ്ങൾ വരികയായിരുന്നു. അതായത് നിങ്ങൾ എന്തുകൊണ്ട്, ചില പ്രതികരണങ്ങൾ വരുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, മുക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ. ആ ഘട്ടത്തിലെല്ലാം നമ്മൾ അതിൻ്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു, നമ്മൾ അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു. അതിൽ സത്യം ബോധ്യപ്പെട്ടപ്പോൾ, അതിൽ യാഥാർത്ഥ്യം വെളിപ്പെട്ടപ്പോൾ നമ്മളത് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളത് പുറത്തുവിട്ടിരുന്നു. നമ്മുടെ ഒരു ടീം അവിടെ എത്തിയിരുന്നു. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 100-ലധികം പെൺകുട്ടികളുടെ, സ്ത്രീകളെ അവിടെ കുഴിച്ചിട്ടു എന്ന് ഈ മുഖം മൂടിയിട്ട കള്ളൻ, അങ്ങനെ തന്നെ വിളിക്കണം, അയാൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അവിടുത്തെ ഫോറൻസിക് പരിശോധനാ ഫലം, അവിടുത്തെ കുഴിച്ചുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ മുഴുവൻ കുഴിച്ചുള്ള പരിശോധന നടത്തിയതിൻ്റെ റിസൾട്ട് അതെല്ലാം വെച്ച് നമ്മൾ പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെയോ ഒരു സ്ത്രീയുടെയോ പോലും അവിടെ മൃതദേഹാവശിഷ്ടങ്ങളോ അസ്ഥി ഭാഗങ്ങളോ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് നമ്മൾ വിവരം നൽകുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ അതാണ് ശരിയെന്നത് തെളിയുകയും ചെയ്തു. ഇപ്പോൾ ആ മാസ്ക് ധരിച്ചയാൾ അറസ്റ്റിലായിട്ടുണ്ട്, മഹേഷ് ഷെട്ടി അറസ്റ്റിലായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് മനാഫിനെയും സമീർ എന്ന യൂട്യൂബറെയും എപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. തുടരുക. ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ പൊളിഞ്ഞ് വീഴുന്നു. ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ 17 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. വിവരം നൽകുകയായിരുന്നു ശ്രീകാന്തും അരുൺ ആലത്തൂരും.